ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ്.സിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ നല്ല രൂപത്തിൽ ആക്രമണങ്ങൾ നടത്തി 2 ഗോളുകൾ നേടി. രണ്ടാം പകുതിയിൽ അത് കൃത്യമായി കൊണ്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വിജയമാണ് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനി എവിടെയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് മെച്ചപ്പെടാനുള്ളത്? ഇതിനുള്ള ഒരു മറുപടി ആഷ്ലി വെസ്റ്റ്വുഡ് തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഫൈനൽ തേർഡിൽ ഇനിയും ഇംപ്രൂവ്മെന്റ് കൈവരിക്കേണ്ടതുണ്ട് എന്നാണ് ആഷ്ലി പറഞ്ഞിട്ടുള്ളത്. ഫൈനൽ തേർഡിൽ ഇംപ്രൂവ്മെന്റ് കൈവരിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ 4-5 ഗോളുകൾ നേടാൻ സാധിക്കുമായിരുന്നു എന്നുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ഞങ്ങൾ ഇനിയും ഏറെ മെച്ചപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി നന്നായി കളിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ 4-5 ഗോളുകൾ നേടാമായിരുന്നു. മികച്ച മുന്നേറ്റങ്ങളും അവസരങ്ങളും ലഭിച്ചുവെങ്കിലും ഫൈനൽ പാസുകളിലോ അതല്ലെങ്കിൽ പെനാൽറ്റി ബോക്സിനുള്ളിലെ തീരുമാനങ്ങളിലോ ഞങ്ങൾക്ക് പലയിടത്തും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഒത്തൊരുമയോടുകൂടി ഞങ്ങൾ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് മത്സരത്തിൽ നടത്തിയത്. ഒരു ഗോൾ പോലും വഴങ്ങാതെ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിക്കൊണ്ടാണ് മത്സരം പൂർത്തിയാക്കിയത്. ഇതിലും കൂടുതൽ ഗോളുകൾ ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ നേടാമായിരുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ 4-5 ഗോളുകൾ കണ്ടേനെ. അതായത് ഇംപ്രൂവ്മെന്റ് കൈവരിച്ചിരുന്നുവെങ്കിൽ 4-5 ഗോളുകൾ നമുക്ക് നേടാൻ സാധിക്കുമായിരുന്നു. ഞങ്ങൾ വ്യത്യസ്തരായ താരങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹോർമി വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി. നവോച്ചക്ക് എൻ്റെ കീഴിൽ ആദ്യമായി അവസരം ലഭിച്ചു. അതിൽ സന്തോഷമുണ്ട്. ഓരോരുത്തരെയും നിരീക്ഷിച്ച് കൂടുതൽ കരുത്താർജിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ മത്സരങ്ങൾ അവസാനിക്കാറായി. എങ്കിലും ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അവയെല്ലാം വിജയിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹം ഇന്ത്യൻ താരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതി അത് വളരെയധികം പ്രശംസ അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിഹാൽ സുധീഷ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല വിപിൻ ഗോളടിക്കുകയും ചെയ്തു. ഫ്രെഡി മധ്യനിരയിൽ നല്ല രൂപത്തിൽ കളിക്കുന്നു. ഡാനിഷിനെ സെന്റർ ബാക്ക് പൊസിഷനിൽ ഉപയോഗപ്പെടുത്തുന്നു. മാത്രമല്ല സഹീഫിനെ ഇദ്ദേഹം ഇപ്പോൾ സ്ഥിരമായിക്കൊണ്ട് കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ താരങ്ങളിൽ വലിയ ഒരു ആത്മവിശ്വാസം ഇദ്ദേഹത്തിനുണ്ട്. അവരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇദ്ദേഹത്തിനുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.